ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതം നശിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാതിരിക്കാൻ ഉം, കാരണമായിട്ടുള്ള ഒരു വാക്ക് എന്താണെന്ന് നോക്കാം. വേറൊന്നുമല്ല, ഈ നാളത്തേക്ക് മാറ്റിവെക്കൽ, നീട്ടിവെക്കൽ. ഏത് കാര്യം പിന്നീടാവട്ടെ, നാളാവട്ടെ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ, നല്ല സമയം വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത മാസം ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു കാര്യം തുടങ്ങണമെന്നൊക്കെ വിചാരിക്കുകയും, പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒത്തു വരണമെന്നില്ല. പക്ഷെ നമ്മൾ ആ എല്ലാ കാര്യങ്ങളും ഒത്തു വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ പറയും ഇന്ന കാര്യം കൂടെ കിട്ടാണ്ട് അതും കൂടെ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ അപ്പോഴേക്കും ആ കാര്യങ്ങൾ വരും, അന്നതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് കാര്യം ചെയ്യാനായിരുന്നാലും അത് കുറച്ചുകൂടെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന സ്വഭാവം. അത് ചില ആൾക്കാരുടെ സംബന്ധിച്ചിടത്തോളം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ കാര്യങ്ങളിലൊന്നും അവർ ഒരു പടി പോലും മുന്നോട്ട് വയ്ക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ ഒരു പടി നമ്മൾ ആക്ഷൻ എടുക്കുക. നമ്മളെ കയ്യിലിപ്പോൾ എന്താണ് ഉള്ളത് അത് വെച്ച് ഒരു പടിയെങ്കിലും അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നിട്ട് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോവുകയുള്ളൂ. നമ്മൾ ആക്ഷൻ എടുക്കൂല. നമ്മൾ ആ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ട് 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 മാസങ്ങളും വർഷങ്ങളും ഒക്കെ നീണ്ട് നീണ്ട് പോവുകയുള്ളൂ. നമുക്ക് അതുപോലെ റിസൾട്ട് കിട്ടുന്നതും അതുപോലെ താമസമായിരിക്കും. നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക. നമ്മളെ കയ്യിലിപ്പോൾ എന്താണോ ഉള്ളത് അത് വെച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക. പിന്നീട് അതിന് വേണ്ട അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അടുത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അങ്ങനെ നമ്മൾ നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു കാര്യമെങ്കിലും നമ്മൾ ഒരു ദിവസം ചെയ്യുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാനും ഒരു ദിവസം നല്ല രീതിയിൽ നല്ല വിജയത്തിലെത്താനും സാധിക്കും. ചിലരുടെ ഈ നീട്ടിവെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭയം കൊണ്ടൊക്കെ ആയിരിക്കും. അത് എന്തെങ്കിലും ആ കാര്യം ചെയ്തു പോയാൽ തോറ്റു പോവുമോ, അല്ലെങ്കിൽ പരാജയപ്പെടുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മൾ പല കാരണങ്ങളും നീട്ടി നീട്ടി നാളത്തേക്ക് 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 എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ നമ്മൾ ഈ നീട്ടി വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും നേടാനും പോകുന്നില്ല, നമ്മൾ ഒരിടത്ത് എത്താനും പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എല്ലാം ഒത്തു വരണത് വരെ നമ്മൾ കാത്തിരിക്കാതെ നമുക്ക് കയ്യിലുള്ള സാഹചര്യം എന്താണോ അത് വെച്ച് തുടങ്ങുക. അതിൽ വെച്ച് ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ബാക്കിയുള്ള സാഹചര്യങ്ങളും നമുക്ക് എന്താണോ കാര്യം നേടേണ്ടത് അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുക. നമുക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. നമുക്ക് ഈ നീട്ടിവെക്കുന്ന സ്വഭാവം വരണത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ആ ജോലി അത്രയും ഹാർഡായിരിക്കും, അല്ലെങ്കിൽ അത്രയും വലിയ ഭാരപ്പെട്ട ജോലിയായിരിക്കും, അല്ലെങ്കിൽ പരാജയ ഭീതിയായിരിക്കും. നമുക്ക് പെർഫെക്ഷനിസം ഇല്ല എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ആ കാര്യങ്ങൾ നീട്ടി 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 കൊണ്ടുപോകും. അതിന് പകരമായിട്ട് നമുക്ക് വലിയ കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വയ്ക്കാം. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ആ നീട്ടി വെക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റി കിട്ടും. നമുക്കിപ്പോൾ പഠിക്കാനൊക്കെ ആണെങ്കിൽ ഒരു വലിയ ബുക്കൊക്കെ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു തീർക്കാം, അല്ലെങ്കിൽ ഒരു 2-3 പേജ് നമുക്കത് പഠിച്ചു തീർക്കാം എന്നുള്ള രീതിയിൽ മനസ്സിനെ ആ വലിയ വർക്കിനെ ഒരു ചെറുതായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നമുക്കൊരു ജോലി, നമുക്ക് വീടൊക്കെ മൊത്തം ക്ലീൻ ചെയ്യണം, പിന്നെ അത് ക്ലീൻ ചെയ്ത് മറ്റേ തൂത്ത് വാരണം, അത് പിന്നെ ക്ലീൻ ചെയ്യണം, പിന്നെ അടുക്കി പറക്കി ഒതുക്കി വെക്കണം. അങ്ങനെയൊക്കെ നമ്മൾ വലിയ വലിയ ടാസ്ക് മനസ്സിൽ കാണുമ്പോഴാണ് നമുക്കത് നീട്ടി വെക്കുന്ന സ്വഭാവം നമുക്ക് അത് വരുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ ആ വലിയ വർക്കിനെ ചെറുതാക്കുക. ചെറുതാക്കിയിട്ട് അതിൽ ഒരു പടിയെങ്കിലും നമ്മൾ അതിന് വേണ്ടി ആക്ഷൻ എടുക്കുക. അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പം ആ വലിയ പണിയും നമുക്ക് ചെറുതായിട്ട് ചെയ്ത് വരുമ്പം വലിയ പണി ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ആ വലിയ പണിയും നമുക്ക് ഈസി ആയിട്ട് തോന്നും.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പരാജയ ഭീതി കൊണ്ടായിരിക്കും നമ്മൾ ആ ബിസിനസ്സൊക്കെ ചെയ്യാൻ മടിച്ച് നിൽക്കുന്നത്. നമ്മൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ വെച്ച് നോക്കുക. അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് വെച്ച് നോക്കുക. പരാജയപ്പെടണമെങ്കിൽ പെടട്ടെ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതിന് നമ്മൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാതെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ മുന്നോട്ടിറങ്ങി ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി തലേദിവസം തന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അതിലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് പോവുക. എന്നിട്ട് നല്ല ടിക്കിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഒന്ന് ടിക്കിട്ട് ഇടുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസും നമുക്കൊരു ഹാപ്പിനെസ്സൊക്കെ വരും. എന്നിട്ട് നമ്മൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ നീട്ടി വെക്കൽ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഉള്ള ഇതുപോലെ നീട്ടി വെക്കാനുള്ള ഒരു സ്വഭാവമാണ് ഈ പെർഫെക്ഷനിസം. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പക്ക ആയിട്ടൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ നീട്ടി വെക്കിയ സ്വഭാവം വരുന്നത്. ഇത് ബാക്കിയും കൂടെ കറക്റ്റായിട്ട് ചെയ്യാം, അത് കുറച്ചുകൂടെ നമുക്ക് നീറ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ നീട്ടി വെക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നത്. അതിന് പോലും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത് എക്സ്പേർട്ട് ആകുമ്പോൾ നല്ല പെർഫെക്ഷനിസം ഒക്കെ വന്നോളും. നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനെങ്കിലും എടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ആക്ഷൻ എടുത്ത് ഈ നീട്ടിവെക്കിയ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പരാജയഭീതി ഒഴിവാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും, നമ്മൾ വിജയിക്കും എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിൽ ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. അപ്പോഴും നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് തോന്നും. അതുപോലെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനൊക്കെ തോന്നും. ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സിലൂടെയും ട്രിക്കിലൂടെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനും നമ്മൾ പുരോഗതി കൊണ്ടുവരാനും നമ്മൾ തന്നെ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.